ഇവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ ലോകത്ത് എവിടെയും കൊണ്ടുള്ള ബിസിനസ് ഇടാം. 30 മിനിറ്റ് കൊണ്ട് പിസ്സ ഇല്ലെങ്കിൽ ഫ്രീ. ആ സിസ്റ്റമാണ് KFC എന്ത് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് മെക്ഡൊണാൾഡ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് മോഡലാണ് ഡൊമിനോസ് ഓൾ ഓവർ വേൾഡ് ചെയ്യുന്നത്. Greenlives Coaching and Training Solution. എട്ടാമത്തതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞത്, ഫ്രാഞ്ചൈസ് യുവർ ബിസിനസ്. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ പിന്നെ എന്ത് ചെയ്യണം, അത് നമ്മൾ ഷാജഹാൻ ഭായ് പറഞ്ഞ പോലെ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. സക്സസ്ഫുൾ മോഡൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പല ഫ്രാഞ്ചൈസിയും പൊട്ടാൻ കാരണം എന്താ, അത് സക്സസ്ഫുൾ മോഡലല്ല, സക്സസ്ഫുൾ ബിസിനസ് മോഡലല്ല. ഇവിടെ തന്നെ ഫെയിലിയർ ആണ്. ഫെയിലിയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ പിന്നെ ഫെയിലിയർ ഉണ്ടാവുള്ളൂ. സക്സസ്ഫുൾ അല്ലല്ലോ സിസ്റ്റം. അപ്പോൾ പലപ്പോഴും എന്താവും, നമ്മൾ ഫെയിലിയർ ആയിട്ടുള്ള സാധനം വേറെ കൊടുക്കണേ, അപ്പോൾ അത് പൊട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ഫ്രാഞ്ചൈസിങ്ങിലേക്ക് പോകാൻ. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഇവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ ലോകത്ത് എവിടെയും കൊണ്ടുള്ള ബിസിനസ് ഇടാം. കാരണം എന്താ, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ ഇട്ട് പോയാൽ മതി. അതായത് ഈ ഫ്രാഞ്ചൈസിങ് എന്ത് ചെയ്യണം, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ വിജയിപ്പിച്ചു. ഇനി നിങ്ങൾ വേണമെങ്കിൽ ഇനി എന്ത് ചെയ്താൽ ഈ സിസ്റ്റം എന്ത് ചെയ്താൽ മതി, നേരെ കൊണ്ടിട്ട് ക്ലോൺ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ക്ലോണിങ്, ദാറ്റ് ഈസ് ഫ്രാഞ്ചൈസിങ്. മാറ്റമുണ്ട്, കൾച്ചർ അത് മാറ്റമുണ്ട്. പക്ഷെ ഓരോ സ്ഥലങ്ങളിലും മാറ്റം ഉണ്ടെങ്കിലും ബിസിനസ് മോഡൽ ബേസിക്കലി സെയിം ആവും. ഓരോ മോഡലിൽ ഇപ്പോൾ ID ഫ്രഷ് ഇഡ്ഡലി അവിടെ ബിസിനസ് ബാംഗ്ലൂർ വെക്കുന്നത്, നാളെ ഇപ്പോൾ അവിടെ ഇതുണ്ടാക്കുകയാണെങ്കിലും മാർക്കറ്റ്, അതായത് കസ്റ്റമറുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവും. ചെയ്യാം, അങ്ങനെ ആവണം നിർബന്ധമില്ല. ആവാതിരിക്കാം. അതായത് ഒരുപക്ഷെ അവര് ഇഡ്ഡലി വട ദോശ കൊടുക്കുകയാണെങ്കിൽ എന്താ കാരണം, ഇപ്പൊ നമ്മള് KFC കഴിക്കുന്നില്ലേ, നമ്മൾ മെക്ഡൊണാൾഡ്സ് കഴിക്കുന്നില്ലേ, ഡൊമിനോസ് പിസ്സ കഴിക്കുന്നില്ലേ, ശരിക്കും നമ്മളെ ഭക്ഷണം അല്ലല്ലോ അത്. നമ്മളെ ഭക്ഷണം അല്ലല്ലോ, കൊക്കക്കോള നമ്മളെ ഭക്ഷണം അല്ലല്ലോ. അത് ഓരോ ബ്രാൻഡിങ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കൾച്ചർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ പിസ്സ കഴിക്കുമ്പോൾ എന്താണ്, ഇംഗ്ലീഷുകാരുടെ കൾച്ചർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ആ കൾച്ചറാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോഴാണ് നമ്മൾ പിസ്സ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളെ പഴയ സ്റ്റൈലിൽ തന്നെ പോകും. അപ്പോൾ അവർ ആ കൾച്ചറാണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ദാറ്റ് ഈസ് ദെയർ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്. ഇപ്പോൾ കൊക്കക്കോള എന്നുള്ളതിൻ്റെ കോർ പർപ്പസ് എന്താ, ഓപ്പൺ ഡോർസ് ടു ഹാപ്പിനെസ് എന്നാണ്. അതാണ് അവർ ഇന്നും അന്നും 100 കൊല്ലം മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഒരു പുതിയ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കൾച്ചറും അവിടുത്തെ സിസ്റ്റവും അവിടുത്തെ കസ്റ്റമർ ബിഹേവിയറും അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻസും ഒക്കെ നോക്കിയിട്ടാണല്ലോ അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അവർക്ക് ബേസിക്കലി ഒരു സക്സസ്ഫുൾ മോഡലുണ്ട്. ആ മോഡലിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ എഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും. എക്സ്ട്രാ സ്പൈസി കൊടുക്കും, ഇവിടുത്തെ കൾച്ചറിനനുസരിച്ച് മാറ്റം വരുത്തും, വെജ് ബർഗർ കൊടുക്കും. സോ ഡൊമിനോസ് പിസ്സ ശരിക്ക് ഓല് കൊടുക്കുന്ന വാല്യൂ പ്രൊപ്പോർഷൻ എന്താ, ഡൊമിനോസ് പിസ്സ ഞാൻ മനസ്സിലാക്കിയുള്ള വാല്യൂ പ്രൊപ്പോർഷൻ എന്നാണ് 30 മിനിറ്റ്സ് പിസ്സ ഓർ ഫ്രീ ഡെലിവറി എന്നുള്ളതാണ്. അത് ആരെ ഒരു ടാർഗറ്റ് ചെയ്ത്, ഒരു ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണ്, ഓരോ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കോളേജ് സ്റ്റുഡൻസ് ആണ്. ബിക്കോസ് കോളേജ് സ്റ്റുഡൻസിന് എന്ത് ചെയ്തില്ല, വിഷണം അധികം വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, പിസ്സ കിട്ടണം. 30 മിനിറ്റ് കൊണ്ട് പിസ്സ ഇല്ലെങ്കിൽ ഫ്രീ. ഇതാണ് ഒരു ലോകത്ത് എല്ലായിടത്തും എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെക്കാത്ലോണിന്റെ വാല്യൂ പ്രൊപ്പോർഷൻ എന്താ, എല്ലായിടത്തും ഒരു ചെയ്യുന്ന സിസ്റ്റം ഓൾമോസ്റ്റ് മോറോല സെയിം ആണ്. ഓരോ വാല്യൂ പ്രൊപ്പോർഷൻ എന്താ, ക്വാളിറ്റി സ്പോർട്സ് ഉള്ള കാര്യം ഒരുപാട് കമ്പനീസ് മാർക്കറ്റിലുണ്ടല്ലോ. ലെസ് പ്രൈസ് ഒന്നുമല്ല, ദേ ആർ നോട്ട് വെരി ചീപ്പ്, നോട്ട് വെരി ഹൈ. ബട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവർ പലപ്പോഴും ഷോപ്പ് തുടങ്ങുന്നത് സബർബണിലാണ്, അല്ലെങ്കിൽ ഔട്ട്സ്കേർട്ട്, കുറച്ചൊരു കസ്റ്റമേഴ്സിന് വന്നു പോവാനും പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു കൺവീനിയൻസ് ആൻഡ് കംഫർട്ട് സ്ഥലത്താണ് എന്ത് ചെയ്യുക, ഒരു ഷോപ്പ് ഇടുക. അപ്പോൾ ഫ്രീ ആയിട്ട് പോവാം, ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുക, കൺവീനിയൻസ് ആൻഡ് കംഫർട്ടാണ്. അപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ ഇത് എന്താണ്, ഇതന്നെയാണ് ഒരു ഇവിടെയും സ്പെയിനിലുള്ള അതേ സ്ട്രാറ്റജിയാണ് കാലിക്കറ്റിൽ അപ്ലൈ ചെയ്ത്. ആ മോഡലോടെ സക്സസ്ഫുൾ ആണ്, ഇപ്പോൾ ഇവിടെയും സക്സസ്ഫുൾ ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ചില എഡിറ്റിംഗ് വരുത്തിയിട്ട് ഇവിടെ കൊണ്ടുവരും. പക്ഷേ ഒരു ബേസിക് സിസ്റ്റം അവർക്ക് ഉണ്ടാവും. ആ സിസ്റ്റമാണ് KFC എന്ത് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് മെക്ഡൊണാൾഡ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് മോഡലാണ് ഡൊമിനോസ് ഓൾ ഓവർ വേൾഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫ്രാഞ്ചൈസിങ് യുവർ ബിസിനസ്. ഇപ്പം എത്രാമത്തെ സ്റ്റെപ്പ് പറഞ്ഞേ, എട്ടാമത്തത്. 9ാമത്തത് ഞാൻ മനസ്സിലാക്കുന്നത് IPO. ഐ മീൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, IPO പോലത്തെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി IPO പിച്ചിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് ഡിസിഷൻ. 4 ഓപ്ഷൻ ടു ഗ്രോ. ഒരു കമ്പനിക്ക് വളരാൻ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 1 ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ആണ്, 2 പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ ആണ്, 3 മെർജിങ് ആൻഡ് അക്വിസിഷൻ ആണ്, 4 IPO ആണ്. സ്ട്രാറ്റജിക് ഗ്രോത്ത്.
അതിൽ 4ാമത്തെ പോയിന്റിലേക്ക് ഇവർക്ക് പോകണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവർക്ക് IPO പിച്ച് ചെയ്യാൻ പറ്റും. Greenlives Coaching and Training Solution.